നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. ഇവിടെ പള്ളത്ത് തറവാടിൻ്റെ മൂലസ്ഥാനത്താണ് നമ്മളിപ്പോൾ ചണ്ഡിക യജ്ഞം നടക്കുന്നത്. അപ്പോൾ ചണ്ഡിക യജ്ഞത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിപരാശക്തിയുടെ ഒരു സംയോഗമാണ്. അതായത് ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിവിശേഷമായിട്ടുള്ള മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ദേവന്മാരുടെ ഒരു സംയോഗമാണ് ചണ്ഡിക എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ സർവചരാചരങ്ങളും വസിക്കുന്നത് പോലെ അതിൽ മരങ്ങൾ, ഫലമൂലാദികൾ, ജീവജാലങ്ങൾ, പുഴകൾ, മനുഷ്യർ, മൃഗങ്ങൾ എല്ലാവരും ഉള്ളതുപോലെ തന്നെയാണ് ഭഗവതിയിൽ എല്ലാവരും വസിക്കണതെന്നാണ് പറയാം. അതായത് ആദിപരാശക്തിയുടെ ഏറ്റവും ഉഗ്രരൂപമായിട്ടുള്ള, അല്ലെങ്കിൽ 9 ദുർഗകളുടെ ഉഗ്രരൂപമായിട്ടുള്ള ഭഗവതിയുടെ സപ്തശതി എന്ന് പറയുന്ന ദേവി മഹാത്മ്യത്തിൽ 13 അധ്യായങ്ങളടങ്ങിയ 700 ശ്ലോകങ്ങളടങ്ങിയ ഗ്രന്ഥം പാരായണം ചെയ്യുകയും ഓരോ അധ്യായം കഴിയുകയും ആഹൂതി നടത്തുകയും ചെയ്യും. ഓരോ സമുത്തുക്കളെ വെച്ചിട്ടാണ് അങ്ങനെയാണ് യജ്ഞം നടക്കുക. ആ യജ്ഞത്തിന് മാത്രമല്ല, എല്ലാ വിശേഷത്തിനും, അല്ലെങ്കിൽ എല്ലാ ഒരു കാര്യത്തിനും ഗുരുനാഥൻ ആണ് ഏറ്റവും പ്രസക്തിയുള്ളത്. ആ ഗുരുനാഥനെ, ആ ഗുരുപരമ്പരയെ വന്ദിച്ചിട്ടാണ് ആദ്യം തന്നെ ഇത് തുടങ്ങുക. അതിനുശേഷം ഗണപതി ഹോമം കഴിയും. ഗണപതി ഹോമം കഴിഞ്ഞിട്ടാണ് ചണ്ഡിക യജ്ഞം ആരംഭിക്കുക. അതിന് ഒരു യജമാനനുണ്ടാവും, മുഖ്യ ആചാര്യനുണ്ടാവും, ബാക്കി 7 പേരുണ്ടാവും. അങ്ങനെയാണ് അത് വരിക. അങ്ങനെ 9 ആചാര്യന്മാർ കൂടിയാണ് ഹോമം ഉണ്ടാവുക. പരാശക്തിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂലക്ഷേത്രം എന്ന് പറയുന്ന കൊല്ലൂർ മൂകാംബി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഈ യജ്ഞം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് തന്നെ കൊല്ലൂർ ചണ്ഡിക യജ്ഞമാണ്. അതിന് ഇതേപോലെ തന്നെയാണ് പാരായണം ചെയ്ത്, പറഞ്ഞില്ലേ 13 അധ്യായങ്ങളുണ്ട്, അതിൽ 700 ശ്ലോകങ്ങളടങ്ങി ആ ഗ്രന്ഥം പാരായണം ചെയ്താണ് ഹോമിക്കുക. അതൊരു ഏറ്റവും വിശേഷമാണ്. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യനെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആഗ്രഹങ്ങളുടെ പുറകെ, ആ ആഗ്രഹങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കുന്ന, ആ നിവൃത്തി ഉണ്ടായാലും നമുക്ക് മോക്ഷം ഉണ്ടാവും. ആ ആഗ്രഹ നിവൃത്തി ഇല്ലാത്തിടത്തോളം കാലം മനുഷ്യൻ ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ട് പിന്നെയും നമ്മൾ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ആഗ്രഹങ്ങളുള്ളവർക്ക് മോക്ഷം ഉണ്ടാവില്ല എന്നാണ്. ആ മോക്ഷത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യ ഉണ്ടാവണം. വിദ്യ തരേണ്ടത് ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ ഉണ്ടാവുന്നതിലൂടെയാണ് നമുക്ക് ഈ ഭഗവതിയിലേക്ക് അടുത്തറിയാം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുനാഥനെ കാട്ടിത്തരും. ആ ഗുരുനാഥനാണ് ദൈവത്തിന്, അല്ലെങ്കിൽ ഈശ്വരിയെ, അല്ലെങ്കിൽ ഈശ്വരനെ കാണിച്ചു തരിക, അല്ലെങ്കിൽ അറിവാകുന്ന ആ ഈശ്വരനെ കാണിച്ചു തരിക. ആ അറിവാണ് നമ്മൾ അഗ്നിസ്വരൂപയായിട്ടുള്ള ആ ഭഗവതിക്ക് എല്ലാം സമർപ്പിക്കുക. അതിൽ ഒരു സ്ത്രീക്ക് എന്താണോ, അല്ലെങ്കിൽ ഒരു ഭഗവതിക്ക് എന്താണോ ഉപയോഗിക്കുക. പൂർണ്ണാഹുതിയിൽ ഭഗവതിക്ക് പട്ടുവസ്ത്രം ഉണ്ടാവും, വളയുണ്ടാവും, മാലയുണ്ടാവും, നേദ്യമുണ്ടാവും, മാലയുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇത് പള്ളത്ത് കുടുംബത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ അത് എൻ്റെ അങ്ങനെയുള്ളത് കഴിഞ്ഞെല്ലാം തൊട്ട് വരലോട്ട് തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ അറിഞ്ഞത് കഴിഞ്ഞ കൊല്ലാണ് അറിഞ്ഞത്. ഇവരെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ഇവരെ കണ്ടിട്ട് കാലം കുറേ പണ്ട് കണ്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ രാഹുൽ വീട്ടിൽ വന്ന് അങ്ങനെ അപ്പോഴാണ് അങ്ങനെയുള്ളത് കാര്യം അറിഞ്ഞത്. അന്ന് പിന്നെ ഞങ്ങളപ്പോൾ കഴിഞ്ഞല്ല പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെ പറ്റി അറിഞ്ഞത്. പേരാൽമുട്ട്, അതായത് പേരാൽമുട്ട് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഇല വരുന്ന ഭാഗം പുതിയ ജീവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു കുഞ്ഞിനെ പോലെ ഉണ്ടാവുക. അതും കറുക എന്താണ് ഉപയോഗിക്കുക? അസുഖം മാറ്റാനാണ് ഉപയോഗിക്കുക. പള്ളി, മുട്ട്, കറുക, എള്ള് ആയുസിന്, പാൽപ്പായസം, നെയ്യ്, പാല്, പാൽപ്പായസം, അങ്ങനെ വരിക. പാലിൻ്റെ അത്ര ഔഷധമുള്ള ഒന്നുമില്ല എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള 7 സമത്തുക്കൾ അഗ്നിസ്വരൂപനായിട്ടുള്ള മഹാദേവന് 144 സംഖ്യ വെച്ച് 7 തവണ ഹോമിക്കുമ്പോൾ അത് 1008 മാറും. അങ്ങനെ മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ
കണക്കാവും. അപ്പോൾ എന്താ ഉണ്ടാവുക? മൃത്യുവിനെ ജയിക്കാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ ദേവനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. നമ്മൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും കുടുംബത്തിലെ മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ. അപമൃത്യു ദോഷം, അതായത് സമയമെത്താതെ മരിക്കാനുള്ള എന്തെങ്കിലും ഒരു ദോഷമോ സാധ്യതയോ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും അനുഗ്രഹിക്കണേ മഹാദേവ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ തന്നിരിക്കുന്ന എള്ള് 3 പ്രാവശ്യം തലക്കുഴിഞ്ഞ് നമശിവായ ജപിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചോളാം കേട്ടോ. ഓം നമ ശിവായ. എല്ലാവരും ഏറ്റുവിളിക്കോളൂ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. തലക്കുഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തോളാം കേട്ടോ. പൂക്കലും നെല്ലും ഒരിടം കഴിഞ്ഞ നമശിവായ നിർത്തണ്ട കേട്ടോ. എല്ലാവരും ശിരസ്സൊന്നും കുനിച്ചു പിടിച്ചു കേട്ടോ. നമഃ ശിവായ. നമഃ ശിവായ. ഓം 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 നമഃ ശിവായ. പെരുന്തേരിലൊരു ശിവദാസൻ. എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ ഇവിടെ കൊടകരനെയാണ് കാവിൽ എന്ന് പറയും. അതെ, ഞങ്ങളുടെ വീട്ടുകാരാണ്, വള്ളത്തോടുമക്കാരാണ്. അപ്പം ഇങ്ങനെ രാഹുലിനെ തുടങ്ങിയ വിവരം ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് അറിഞ്ഞത്.
ഇവർ ഇവിടെ അല്ലായിരുന്നു ആദ്യം, കൊച്ചിയിലേക്കായിരുന്നു. അതിന് ശേഷം ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ തുടങ്ങി എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം രാഹുല് ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്. പ്രഥമോ അധ്യായ മധുഖൈഡഭവത ഓം നമശ്ചികണ്ഡികായേ വിനിയോഗ. ഓം പ്രഥമചരിത്രസ്യ ബ്രഹ്മ ഋഷി മഹാകാളീ ദേവത ഗായത്രീ ചന്ദ നന്ദാശക്തി രക്തദന്തികാബീജം അഗ്നിസ്തത്വം ഋഗ്വേദസ്വരൂപം ശ്രീ മഹാകാളീ പ്രീത്യർത്ഥേ പ്രഥമചരിത്രജപേ വിനിയോഗ. ഓം ഗഡ്ഗം ചക്രഗതേഷു ജാപ പരിജ്ഞാശൂലം വുഷുണ്ഡീം ശിരാ ശംഖം സംദധതിം കരൈസ്ത്രിനയനാം സർവംഗഭൂഷാവൃതം നീലാശ്മദ്യുതിഹാമാസ്യ പാദദശകം സേവേ മഹാകാലികാം യാമസ്തൗച്യപിതേഹരൗ കമലജോ ഹന്തും മധും ഗൈഡഭം. ഓം ഐം മാർക്കണ്ഡേയ ഉവാച സവർണേ സൂര്യതനയോ യോ മനൂഖദ്യദേഷ്ടമാ നിശാമയ തദുത്പത്തിം വിസ്താരദ്ഗതദോ മമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ഛേ സ്വാഹ. ഓരോന്ന് മഹാമായൂനുഭാവേന തയഥാ മന്യുന്തരാധിപാ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ഛേ സ്വാഹ. ശങ്കരാചാര്യർക്ക് മുൻപും ശേഷവും ഇതിനെ രണ്ടായിട്ട് തിരിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പിന്നീട് അതിനെ വന്നത്. ശങ്കരാചാര്യർക്ക് മുൻപ് എന്ന് പറയുന്നത് ഒരു അദ്വൈതത്തിൻ്റെ രീതി ഉണ്ടായിരുന്നില്ല, എല്ലാം ഹോമിക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പഞ്ചമാകാരങ്ങളൊക്കെ ഹോമിക്കുന്ന വിധങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇവിടെ നമ്മൾ ശങ്കരാചാര്യർ അനുവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടിട്ടാണ് ഗുരുപരമ്പരകൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചണ്ഡികായജ്ഞത്തിനെ നമ്മൾ സമർപ്പിക്കുന്നത്. അതിനുശേഷം ഇവിടെ പ്രത്യക്ഷമായിട്ട്, അതായത് കന്യകയായിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അവരെ നമ്മൾ പൂജിച്ച് അവർക്ക് വസ്ത്രങ്ങളൊക്കെ നൽകി, ദാനം നൽകി, മധുരം കൊടുത്ത്, കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം അല്ലേ, മധുരങ്ങൾ നേദ്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്രിയ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അത് വിധിയാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഇത് നടക്കുന്നതാണ്. അതിന് ശേഷമാണ് പൂർണ്ണാഹുതി ഉണ്ടാവുക. ആ പൂർണ്ണാഹുതിയിൽ എല്ലാ ആചാര്യന്മാരും കൂടി ഭഗവതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സമത്തുക്കളും ഹോമിക്കുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹ നിവൃത്തി ഉണ്ടാവുക. അതിന് മുന്നായിട്ട് ആഗ്രഹ നിവൃത്തി ഉണ്ടാകുന്നതിനേക്കാളും മുന്നായിട്ട് നമ്മൾ മറ്റുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മാറും. അതേപോലെ തന്നെ മനസ്സിന് ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കാരണങ്ങളില്ലാതെ സന്തോഷം ഉണ്ടാവുക. നമുക്ക് ഒരു കാര്യം കിട്ടുമ്പോൾ മാത്രം സന്തോഷം ഉണ്ടാവുകയും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സന്തോഷമില്ലായ്മ, അതാണ് മനുഷ്യൻ്റെ ഒരു വലിയൊരു പ്രശ്നം. അതില്ലാതെ കാരണങ്ങളില്ലാതെ നമുക്ക് സന്തോഷം അനുഭവം, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു സന്തോഷ അനുഭൂതിയിൽ പരമാനന്ദത്തിലാവുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഭഗവതിയാണ് തരുന്നത്. അപ്പോൾ ഭഗവതിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, അതിൻ്റെ മേലിൽ വേറൊന്നും ചെയ്യാനില്ല. നമുക്കൊരു ഉപാസകൻ എന്നുള്ള നിലയിൽ ഭഗവതിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ പൂജ കഴിക്കുന്നത് അല്ലെങ്കിൽ ഹോമിക്കുന്നത് നമ്മൾ മഹാദേവനായിരുന്നത് കൊണ്ടാണ്. അതായത് സകല ദേവതമാരുടെയും അധിപനായിട്ടുള്ള മഹാദേവൻ, അതായത് ദേവാദിദേവനായിട്ടുള്ള മഹാദേവനാണ് ആരെ പൂജിക്കുന്നത്? ഭഗവതിയെ പൂജിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അതിൽ തന്നെയുണ്ട്. ആ മഹാദേവൻ എങ്ങനെയാണ് സകലതും ത്യജിച്ചിട്ടുള്ള ഭസ്മം മാത്രം ധരിച്ച് പുലിത്തോലണിഞ്ഞ്, അല്ലെങ്കിൽ എന്താണ്, വേറെ ആഭരണങ്ങളൊന്നുമില്ല, എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ചില ഭൂഷണങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ശുദ്ധാശുദ്ധങ്ങളില്ല, ഒന്നുമില്ല. ശുദ്ധാശുദ്ധങ്ങൾ, വസ്ത്രം വേണമെന്നില്ല, ഭക്ഷണം വേണമെന്നില്ല, ധനം വേണമെന്നില്ല, ഒന്നും വേണ്ട. എന്നാലോ ഈ ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ആളുമാണ്. അപ്പോൾ നമ്മളങ്ങനെ ആകുന്ന, എങ്ങനെ എല്ലാം ത്യജിച്ചിട്ട് അന്ന് എല്ലാം എൻ്റെയാണ്, അന്ന് എല്ലാം ഒന്നും എൻ്റേതുമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ആരെ പൂജിക്കുമ്പോൾ, ഭഗവതിയെ പൂജിക്കുമ്പോൾ നമ്മളിലേക്ക് ആകും. ഈ മഹാദേവൻ തന്നെ ഇപ്പോൾ ഭഗവതിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം പറയുന്നതിൽ മഹാദേവൻ പുരാണങ്ങളിൽ സങ്കടപ്പെട്ട് സ്വന്തം നിയന്ത്രണം വിട്ട് പോയ 1-2 സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അത് സതി മരിച്ചപ്പോഴാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ശക്തിയായിട്ടുള്ള ഭഗവതി ഇല്ലാതായപ്പോൾ ദേവാദിദേവനായിട്ടുള്ള മഹാദേവൻ്റെ കൺട്രോള് അല്ലെങ്കിൽ പിടിവിട്ടുപോയിന്ന് ലോകത്തിനെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ. അതായത് ആ ദേവാദിദേവനായിട്ടുള്ള മഹാദേവനെ കൺട്രോൾ ചെയ്യുന്നത് പോലും
ശക്തിയായിരുന്നു. ഞാൻ ശക്തി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ മഹാദേവൻ്റെ പിടിവിട്ടുപോയി. അപ്പോൾ പിന്നീട് അതുകൊണ്ടാണ് പിന്നീടൊരു വേളി അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കണം എന്ന് ദേവന്മാർ അല്ലെങ്കിൽ മഹാദേവനെ പിടിച്ചിരുത്താൻ പറ്റില്ല. എന്നിട്ട് എന്താണ്, ജപാവസ്ഥയിലേക്ക് പോയപ്പോൾ കണ്ണൂർ എന്നുമ്പോൾ പോലും കാമദേവനെ കൊല്ലേണ്ടായിട്ട് വന്നു. അതായത് അത്രയും ദേഷ്യവും അത്രയും അദ്ദേഹത്തിൻ്റെ ജപശക്തിയും അദ്ദേഹത്തിൻ്റെ എല്ലാം അദ്ദേഹം ഒതുക്കി വെച്ചിരുന്നത് സതിയിലൂടെ അല്ലെങ്കിൽ ശക്തിയിലൂടെയായിരുന്നു. ശക്തിയില്ലാതെ ആരുമില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ അതാണ് ഭഗവതിയുടെ ഏറ്റവും വലിയ പ്രസക്തി. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.